ഹലോ ഗൈസ്, അപ്പം എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കി ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന മറ്റൊന്നുമല്ല. ഇന്ന് എനിക്കൊരു പരിപാടിയുണ്ട്. അപ്പോൾ പരിപാടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നോട് ആദ്യം പറഞ്ഞു ഇന്ന് എല്ലാവരും പിങ്കിഷ് ആണ്, കീക്കിക്ക് പിങ്കിഷ് കളർ ഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രം കീക്ക് പരിപാടിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിങ്കിഷ് ഡ്രസ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ചിരുന്നു. ഞാൻ പാട്ട് പാടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ആലോചിച്ച് കുറേ നേരം പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ ഒന്നും ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ തലയിൽ കൈയൊക്കെ വെച്ച് ആലോചിച്ചപ്പോൾ എനിക്കത് കിട്ടി ഗൈസ്. ഫൈനലി എനിക്ക് ആ ഡ്രസ്സ് കിട്ടി. അപ്പോൾ അത് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും പല്ല് തേക്കണമല്ലോ, എന്തായാലും ഒരു പരിപാടിക്ക് പോകുന്നതല്ലേ, നമ്മൾ പല്ലൊന്നും തേക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പല്ലേക്കാൻ വേണ്ടി എന്റെ വിജൃംഭിച്ച ബ്രഷ് എടുത്തു. വിജൃംഭിച്ച ബ്രഷിന്റെ തല കണ്ടോ ഗൈസ്, പാമ്പിന്റെ പത്തി പോലെ ഇരിക്കല്ലേ, അതാണ് എന്റെ ഒരു വെറൈറ്റി. അല്ല തേച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം വിശക്കും ഗൈസ്. അങ്ങനെ ഞാനിതാ ഞം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പരിപാടിക്കൊക്കെ പോവല്ലേ, കുറച്ച് വൃത്തിയിലും വെടുപ്പിലൊക്കെ നമ്മൾ പോകണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിചാരിച്ച് തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് മുടുക്കിയാ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എന്റെ എണ്ണ. ഈ എണ്ണ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? കാണാൻ വഴിയില്ല, കാരണം ഇതിന്റെ പോരാളി എനിക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നാണ്. പോരാളി എടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്. എന്നിട്ട് ഞാൻ നമ്മളൊരു ലാമിൻ യമാലില്ലേ പ്ലെയർ, അവന്റെ അനിയൻ ഉണ്ടല്ലോ ഒരു കൊച്ചുമുട്ട, ആ കൊച്ചുമുട്ടയുടെ ഫോട്ടോ ഞാൻ പോരാളിക്ക് കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ തല വൈകാതെ ഇങ്ങനെ ആവും, ഞാൻ ഈ കൊച്ചുമുട്ടയെ പോലെ എന്റെ തലയും കൊണ്ട് നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പോരാളി ഏതൊക്കെയോ പറമ്പിലും കാട്ടിലൊക്കെ കയറി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറിച്ച് എണ്ണയിലിട്ട് കാച്ചി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിശ്വസിച്ച് പുരട്ടുന്ന ഗൈസ്, കാരണം പോരാളിയാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം തലയൊക്കെ മസാജ് ചെയ്ത് ബാക്കി വന്ന എണ്ണയൊക്കെ കയ്യിലും കഴുത്തിലൊക്കെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രസംഗം പറയാൻ തോന്നി ഗൈസ്. ആ പ്രസംഗം എനിക്ക് എന്തായാലും പറയണില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പോൾ എണ്ണ തേച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു ഗൈസ്, എനിക്കത് പറയണം. മറ്റൊന്നല്ല, ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീസെന്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ഒരു 4 മാസമായി കാണും, 4 മാസത്തിന് മേലെ 5 അത്ര ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോ ഇത്ര നാളായിട്ട് ചില ആൾക്കാർക്ക് കുറച്ച് പ്രശ്നമുണ്ട്, മറ്റാർക്കുമല്ല, എന്റെ സ്വന്തം കുടുംബക്കാർക്കും നാട്ടുകാർക്കുമാണ്. അപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവരെ സംശയം, ഇവൾ എറണാകുളത്ത് നിന്നിട്ട് ഇവൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇവൾ 24 മണിക്കൂറും വീഡിയോ ഇടുകയാണ്, ഇവൾക്ക് ജോലി ഇല്ലേ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു പ്രൊഫഷണൽ നേഴ്സാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ചെലവിന് തരുന്നത് ഈ കുടുംബക്കാരോ നാട്ടുകാരോ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് കല്യാണ കാര്യം. കുറച്ച് ആൾക്കാർ എന്റെ വീട്ടിൽ ചെന്നും എന്റെ ഉമ്മ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ, ഉമ്മാക്കൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല, കാരണം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തോട്ട് 4 ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചോദിക്കാനുള്ള കാര്യമാണ്, അല്ല നിങ്ങളുടെ മോൾക്ക് 24 വയസ്സായില്ലേ, അയ്യോ കല്യാണം കഴിക്കാത്ത എന്താ അവക്ക് എന്താ പറ്റിയത്? 24 വയസ്സിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് 2-3 മക്കളായി കാണും, കുടുംബം നോക്കും, ഭർത്താവിനെ നോക്കും. എനിക്ക് 2-3 മക്കളെ പോയിട്ട് ഇന്നെ തന്നെ നോക്കാൻ വയ്യ, ഭർത്താവിനെ നോക്കാൻ വയ്യ, കാരണം അതിനുള്ള പക്വത ആയി വരുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കല്യാണം എന്ന് പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നത് എല്ലാ പാരന്റ്സിനോട് ഞാൻ പറയുന്ന കാര്യമാണ്. ഈ കല്യാണം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരെ വായടച്ചു കെട്ടാനോ നാട്ടുകാരെ വായടച്ചു കെട്ടാനോ അല്ല, നിങ്ങളെ ഒരു കടമ പോലെ എന്റെ മോൾക്ക് ഇത്ര വയസ്സായി അവളെ കെട്ടിച്ച് വിടണം അതെന്റെ കടമയാണ്, അതല്ല, ഒരു കടമ പോലെ തീർക്കേണ്ട കാര്യമല്ല ഈ കല്യാണം. മറിച്ച് 2 വ്യക്തികൾ തമ്മിലുള്ള വലിയൊരു പരസ്പര ധാരണയാണ് ഈ കല്യാണം. ഈ കല്യാണം കഴിക്കണം, കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാര് കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, കല്യാണത്തിന്റെ അന്ന് വന്ന് മൂക്കറ്റം തിന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന് കുറ്റം പറയും, അതോടെ അവരെ കാര്യം കഴിഞ്ഞു. പിന്നെ ജീവിക്കേണ്ട നിങ്ങളെ മക്കളാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് കുറെ ന്യൂസ് കണ്ടുവരുന്നുണ്ട്, കുറെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചതിന്റെ പേരിൽ എന്താ പറയാ ഭർത്താവിന്റെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് മരിക്കുന്നു, തൂങ്ങുന്നു, കൈമുറിക്കുന്നു, വിഷം കുടിക്കുന്നു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പാരന്റ്സിനോട് പറയാനുള്ളത്, നിങ്ങളെ മക്കൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് എന്നാണോ ഒരു പാർട്ട്ണറിന് അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി എനിക്ക് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ നിങ്ങളടുത്ത് പറയും, അന്ന് നിങ്ങൾ അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക. അല്ലാതെ ഒരിക്കലും ഈ കുടുംബക്കാരെയും നാട്ടുകാരെയും വായടച്ച് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നിങ്ങളുടെ മക്കളെ ജീവിതമാണ്, ഒന്നാമത്തെ കാര്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തായിക്കോട്ടെ, അപ്പൊ എനിക്ക് എന്റെ കാര്യം അറിഞ്ഞാലും പറഞ്ഞാലും മതി. അപ്പൊ എന്റെ കാര്യം പറയുന്ന ആൾക്കാരോട് ഞാൻ പറയാണ്, നിങ്ങളെ വീട്ടിലെ അടുപ്പിൽ വെച്ച അരി വെന്തോ വെള്ളം തിളച്ചോ അരിക്ക് വേവ് കൂടിയോ കുറഞ്ഞോ നിങ്ങൾ നോക്കിയാൽ മതി, അതായത് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ വന്നിട്ട് നോക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പൊ മനസ്സിലായോ ആരായാലും? അപ്പോ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളുടെ പ്രസംഗം ഇതോടുകൂടി അവസാനിക്കാണ് ഗൈസ്. അപ്പൊ ഞാൻ പോവാണ് ഗൈസ്, കാരണം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രഞ്ജിത, 1000 പ്രാവശ്യം എന്നെ വിളിച്ച് ഗൈസ് ഇതിന്റെ ഇടയിൽ കൂടെ. അപ്പൊ എനിക്കിന്ന് സുഭാഷ് പാർക്കിലാണ് പരിപാടി, അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അപ്പൊ ഞാൻ കുളിച്ച് കുട്ടപ്പനായി ശുണ്ടപ്പനായി ഞാൻ പെട്ടെന്ന് സുഭാഷ് പാർക്കിലോട്ട് പിങ്കിഷ് ലുക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഈ നോക്കുന്ന മറ്റൊന്നല്ല എന്റെ ജോലിയാണ്, എനിക്ക് മാത്രമേ പണ്ടാരം വരുന്നില്ല. അപ്പൊ എന്തായാലും നാളെ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പൊ നാളെ സന്ധ്യയ്ക്കും വരയ്ക്കും വണക്കം ഗൈസ്, ബൈ.